ഹലോ നമസ്കാരം. ടേക്കി ക്വിസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളിൽ മറ്റും നടക്കുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 21. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിൽ എത്തിയ ആദ്യ പേടകം ഏത്? ഉത്തരം അപ്പോളോ 11. അടുത്ത ചോദ്യം, എന്നാണ് അപ്പോളോ 11 ചന്ദ്രനിൽ എത്തിയത്? 1969 ജൂലൈ 21. നാലാമത്തെ ചോദ്യം, അപ്പോളോ 11 ബഹിരാകാശ സഞ്ചാരികൾ ആരെല്ലാമായിരുന്നു? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ 3 പേരാണ് അപ്പോളോ 11 ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചത്. ഇതിൽ നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയത്. രണ്ടാമതായി എഡ്വിൻ ആൽഡ്രിനും കാലുകുത്തി. മൈക്കൽ കോളിൻസ് വാഹനത്തെ നിയന്ത്രിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം ചന്ദ്രനിൽ ഇറങ്ങിയില്ല. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. പ്രശാന്തിയുടെ സമുദ്രം എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം, അപ്പോളോ 11 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? കെനഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ, USA. അടുത്ത ചോദ്യം, അപ്പോളോ 11 നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി ആര്? മൈക്കൽ കോളിൻസ്. അടുത്ത ചോദ്യം, ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യ ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? AB വാജ്പേയി. എന്നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ നിന്നും. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? PSLV C-11. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 1 ക്രഷ് ലാൻഡ് ചെയ്ത സ്ഥലം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ജവഹർ പോയിന്റ്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മയ്ക്കായി ജവഹർ പോയിന്റ് എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ പേടകം വിക്ഷേപിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം 4. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ വിക്ഷേപണത്തിന് ഇന്ത്യക്ക് സഹായം നൽകിയ രാജ്യം ഏത്? റഷ്യ. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? G. മാധവൻ നായർ. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ പ്രൊജക്ട് ഡയറക്ടർ ആര്? അണ്ണാദുരൈ. ചന്ദ്രനിൽ ഇറക്കാൻ ലക്ഷ്യമിട്ട ആദ്യ ഇന്ത്യൻ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 2. എന്നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്? 2019 ജൂലൈ 22 ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം ഏതാണ്? GSLV മാർക്ക് 3 M1. ഇത് ISROയുടെ ബാഹുബലി എന്നാണ് അറിയപ്പെടുന്നത്. GSLV മാർക്ക് 3 M1 എന്ന വിക്ഷേപണ വാഹനം ISROയുടെ ബാഹുബലി എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 2 റോവറിന്റെ പേരെന്ത്? പ്രഗ്യാൻ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ചന്ദ്രയാൻ 2 ലാൻഡർ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? വിക്രം. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 2 വിക്രം ലാൻഡർ ഇടിച്ചെറിയുന്ന സ്ഥലം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? തിരങ്ക. തിരങ്ക എന്ന പേരിലാണ് ഈ ലാൻഡർ ഇടിച്ചെറിഞ്ഞ സ്ഥലം അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 2 പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിത. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ ആരായിരുന്നു? ഋതു കരിദാൽ ശ്രീവാസ്തവ. അടുത്ത ചോദ്യം, ആ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? K. ശിവൻ. 2019 ജൂലൈ 22 വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 2019 സെപ്റ്റംബർ 7 ചന്ദ്രന്റെ 2 കിലോമീറ്റർ അടുത്ത് വരെ എത്തിയെങ്കിലും മുൻ നിശ്ചയിച്ച പാതയിൽ നിന്ന് തെന്നി മാറുകയും വിക്രം ലാൻഡറിൽ നിന്നുള്ള സിഗ്നൽ നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായത്. അങ്ങനെ ചന്ദ്രയാൻ 2 ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ചോദ്യം, സിഗ്നൽ നഷ്ടപ്പെട്ട ചന്ദ്രയാൻ 2 ലാൻഡർ കണ്ടെത്തിയത് ആരാണ്? ചെന്നൈ സ്വദേശിയായ ഷൺമുഖ സുബ്രഹ്മണ്യൻ. ചന്ദ്രയാൻ 2 ഫോളോ ഓൺ ദൗത്യമായി ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യം ഏത്? ഇന്ത്യ.
ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവശക്തി പോയിന്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പേര് നിർദ്ദേശിച്ചത്. അടുത്ത ചോദ്യം, സോഫ്റ്റ് ലാൻഡ് ചെയ്തതിനു ശേഷം ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്നും ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്താണ്? ഇന്ത്യ, ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് 23 എന്ത് ദിനമായി ആചരിക്കാനാണ് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചത്? ഉത്തരം, ദേശീയ ബഹിരാകാശ ദിനം. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് മുൻപ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ രാജ്യങ്ങൾ ഏതൊക്കെ? ഫസ്റ്റ് റഷ്യ, 1966 റഷ്യ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. രണ്ടാമത് USA, യും 1966 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. മൂന്നാമത് ചൈന 2013 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എവിടെയാണ്? ചന്ദ്രനിലെ ഗർത്തങ്ങളായ മാൻസിനസ് സി, സിംപോളിസസ് എന്നിവയ്ക്ക് ഇടയിലുള്ള സമതലത്തിൽ. ചന്ദ്രനിലെ 2 ഗർത്തങ്ങളാണ് മാൻസിനസ് സി, സിംപോളിസസ്. ഇവയ്ക്കിടയിലുള്ള സമതലത്തിലാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ലാൻഡ് ചെയ്ത ഈ സ്ഥലത്തിനാണ് ശിവശക്തി പോയിന്റ് എന്ന് പേര് നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ലാൻഡറും റോവറും എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം, ലാൻഡർ വിക്രം, ധൈര്യം എന്നാണ് ഈ പദത്തിനർത്ഥം. റോവർ പ്രഗ്യാൻ, ജ്ഞാനം എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ചന്ദ്രയാൻ 2 ലാൻഡറും റോവറും ഇതേ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് എവിടെ വെച്ചാണ്? തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്തെ മണ്ണിൽ. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? S സോമനാഥ്. ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? P വീരമുത്തുവേൽ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്നാണ്? ജൂലൈ 20. ഇന്ത്യയിൽ ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. കാരണം ഇന്ത്യൻ സമയം ജൂലൈ 21 ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത്. അടുത്ത ചോദ്യം, ചന്ദ്രനെ കുറിച്ചുള്ള പഠനം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം, സെലനോളജി. അടുത്ത ചോദ്യം, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം എത്രയാണ്? 3,84,401 കിലോമീറ്റർ. അടുത്ത ചോദ്യം, സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 8.2 മിനിറ്റ്. അടുത്ത ചോദ്യം, ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ലെബനിസ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏത്? ടൈറ്റാനിയം. ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേരെന്ത്? റിഗോലിത്ത്. ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയ മൂലകം ഏതാണ്? സിലിക്കൺ. അടുത്ത ചോദ്യം, ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു എന്താണ്? ലൂണ 2 എന്ന ബഹിരാകാശ വാഹനം. റഷ്യയുടേതാണ് ഈ ബഹിരാകാശ വാഹനം. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? ഉത്തരം, 13 തവണ. ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ്? 12 വർഷം. 12 വർഷമാണ് ഒരു വ്യാഴവട്ടം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏത്? ഹിജ്റ കലണ്ടർ. അടുത്ത ചോദ്യം, ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം, ആര്യഭടൻ. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗഗൻയാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ഏതാണ്? ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 2 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. ആദിത്യ L1 പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? നിഗർ ഷാജി. ആദിത്യ L1 മിഷൻ ഡയറക്ടർ ആരാണ്? ഡോക്ടർ SR ബിജു. അദ്ദേഹം മലയാളിയാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായി. ISROയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. ഓക്കെ, താങ്ക് യു.